നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി പൊന്നാനിയിൽ മത്സരിക്കാനൊരുങ്ങുന്ന അഡ്വക്കേറ്റ് MK സക്കീറിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ. പൊന്നാനി നഗരസഭയിലെ പുതുപൊന്നാനി ഭാഗത്താണ് ഒടുവിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മാറഞ്ചേരി പുറങ്ങിലും കൃഷ്ണപണിക്കർ റോഡിലും പെരുമ്പടപ്പ് പാറയിലും എരമംഗലം പഴഞ്ഞിയിലും ഉൾപ്പെടെ വിവിധയിടങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. റെഡ് ആർമിയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്തിനു വേണ്ടി ഈ സ്ഥാനാർത്ഥി, ആരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഈ സ്ഥാനാർത്ഥി, അധികാര സ്ഥാനങ്ങളുടെ സുഖശീതളിമയിൽ ലക്ഷങ്ങൾ കൈപ്പറ്റി മണ്ണിലിറങ്ങാതെ മനുഷ്യനെ അറിയാതെ ജീവിച്ച ഈ വ്യക്തിക്ക് പൊന്നാനിയിലെ പാർട്ടിയുമായി എന്ത് ബന്ധം തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. 4 പതിറ്റാണ്ട് കാലം ഞങ്ങളുടെ ഈ 44-ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചു വന്നിരുന്നത്. ഇപ്പോൾ പൊന്നാനി തുടർച്ചയായി 15 വർഷമായി പൊന്നാനിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ പൊതുവായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന സ്ഥാനാർത്ഥിയെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആർക്കും ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം പറയുന്നു പൊന്നാനിയെക്കുറിച്ചൊക്കെ എല്ലാ മേഖലകളിലും അറിയാമെന്ന്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തറിവാണ് അദ്ദേഹത്തിനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ പാർട്ടിയുടെ മേൽഘടകം കാണുന്നില്ല എന്നുള്ളതാണ്. അതും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. എല്ലാ അധികാരങ്ങളും സ്ഥാനങ്ങളൊക്കെ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പൊന്നാനിക്കകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയമായ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വാർഡുകളിൽ തന്നെ വ്യത്യസ്ത വാർഡുകളിലായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയോടൊപ്പം ബ്രാഞ്ച് സെക്രട്ടറിമാരും ആ പ്രദേശത്തെ പാർട്ടി നേതാക്കളൊക്കെ മത്സരിച്ച് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അതിൽ ജയിക്കേണ്ട പല വാർഡുകളും നമുക്ക് നഷ്ടമായി. അതിനെക്കുറിച്ച് പഠിക്കാനോ അതിൻ്റെ വീഴ്ചകളെ കുറിച്ച് വിലയിരുത്താനോ ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ പേര് കണ്ടതാണ്. M. സ്വരാജിൻ്റെ പേരുണ്ടായിരുന്നു, വിജയരാഘവൻ്റെ പേരുണ്ടായിരുന്നു, TM സിദ്ദീഖിൻ്റെ പേരുണ്ടായിരുന്നു. ഇവരിലൊക്കെ പിന്നെ കലീമുദ്ദീൻ്റെ പേര് പറഞ്ഞിരുന്നു. ഇവരിലൊക്കെ ആര് വന്നാലും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഈ കേൾക്കുന്ന പേരിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. MK സക്കീർ ആണെങ്കിൽ നിങ്ങൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം? എന്താണ് MK സക്കീർ ആണെങ്കിൽ നമ്മൾ ബഹിഷ്കരണം ഒന്നായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ പാർട്ടി വോട്ട് ബഹിഷ്കരണമാണോ അല്ലെങ്കിൽ പ്രവർത്തനം ബഹിഷ്കരിക്കുക? പ്രവർത്തനങ്ങളും വോട്ട് ബഹിഷ്കരണം ഒക്കെ ജനാധിപത്യ രീതിയിൽ നമുക്ക് ചെയ്യാൻ നോട്ടുണ്ടല്ലോ. നോട്ടയും വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ പ്രദേശങ്ങളിലാണ് പോസ്റ്ററുകൾ ഉയർന്നത്. പൊന്നാനിയിലെ തന്നെ ജനകീയരായ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. ഇതേ തുടർന്നാണ് MK സക്കീറിനെതിരെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്.